ആഴ്ച എന്നോട് പറഞ്ഞത്, മോനെ ഇവിടെ കിടത്തണ്ട, ഞാനും കൊണ്ടുപോയിക്കോളാം, എൻ്റെ അമ്മയുടെ പുറം പൊട്ടു. ഞാൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ? നിനക്ക് ഈ അവസ്ഥയിൽ അമ്മ എങ്ങനെ നോക്കാൻ പറ്റും? അമ്മയെ നിർബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മോടി കോടോളജിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 3 ദിവസം ഞങ്ങൾ 3 ദിവസം ഈ 6 വർഷമായിട്ട് ഞങ്ങൾ അമ്മയെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുകയും, അമ്മ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണമാണ്. അച്ചായനും മോളിയും 3:30 വരെ അമ്മയെ നോക്കിയിരുന്നു. അമ്മ ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. 4 മണിക്ക് നീണ്ടപ്പോൾ അമ്മയ്ക്ക് ശ്വാസമില്ല. അമ്മ ഉറക്കത്തിലാണ് മരിച്ചത്. അതും ഏറ്റവും സന്തോഷം. അതൊക്കെ അമ്മയുടെ ഒരു ഭാഗ്യാവസ്ഥയാണ്. പെട്ടെന്നുള്ള മരണമല്ല, മക്കളുടെ ശുശ്രൂഷ അനുഭവിച്ച് അമ്മ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതാണ് ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളാരും, അമ്മ ഈ കഴിഞ്ഞ ആഴ്ചയിലും എന്നെ വഴക്ക് പറയും, അത് അമ്മയ്ക്ക് ദേഷ്യക്കാരില്ല, എങ്കിലും ഈ വയ്യാത്ത അവസ്ഥയിലും എന്നെ വഴക്ക് പറയും. എന്നാലും ഞങ്ങൾ അമ്മയോട് ആരോടും ദേഷ്യപ്പെടാറ്. അമ്മയുടെ ഈ അവസ്ഥയിലും എല്ലാ ദേഷ്യമാണേലും ഞങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ അമ്മയെ ശുശ്രൂഷിച്ചു. ഞങ്ങളെല്ലാം ശുശ്രൂഷിച്ചത് അല്ല, ഞങ്ങൾ 2 ആൺപിള്ളേരും യഥാർത്ഥത്തിൽ ശുശ്രൂഷിച്ചിട്ടില്ല. ബാബുച്ചാനും മോളെയും മിനിയും മിനുവും, അവർ 3 പെൺപിള്ളേരാണ് അവരെ ശുശ്രൂഷിച്ചത്, അവരുടെ ഭർത്താക്കന്മാർ. ഞങ്ങൾ 2 ആൺമക്കളും ഇവിടെ സ്ഥലത്തില്ലാത്തത്, അവരുടെ ഭാര്യമാരും ഇവിടെ ഇല്ല. അത് കാരണം ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ പെങ്ങന്മാർ ഞങ്ങളുടെ അമ്മയെ ഏറ്റവും അനുഗ്രഹത്തോടെ യാത്ര അയക്കുവാൻ അവരിടുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള, ഞാൻ കരയത്തില്ല, അല്ലെങ്കിൽ ഞാൻ കരയത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഏറ്റവും സന്തോഷ ഭാഗ്യവതിയാണ്. അതുകൊണ്ട് ഞാൻ നന്ദി പറയേണ്ടത് എല്ലാവരോടും എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ കോടോളജിക്കാരോട്, കോടോളജി CSI സഭ, അവിടുത്തെ അയൽക്കാർ, പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അച്ചായനുണ്ട്, അതിന് പ്രായമായിരിക്കുന്നു. അച്ചായനെയും നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടൊക്കെ എൻ്റെ നന്ദി വാക്കുകൾ ചെയ്യുന്നു. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്, ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്, നിത്യവീടുന്നുണ്ട് വീട് എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം, അന്യരൻ നിന്നി ഈ ലോകം അതിൽ. യാത്ര ചെയ്യും യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നു
ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ളിയെരൂശലേം നിത്യഗൃഹം ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവെ കുമ്പിടും ഞാൻ കഷ്ടത പുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ശ്രീമതി പൂർണ്ണമ വർഗീസ് 72 വയസ്സ്. തിങ്കളാഴ്ച മര്യാദയായി പ്രിയ അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഇടവകയ്ക്ക് വേണ്ടി സെക്രട്ടറി ശ്രീമതി സുജ സ്റ്റീഫൻ അന്വേഷണം അറിയിക്കും. വൈസ് പ്രസിഡന്റ് ശ്രീമാൻ അഡ്വക്കേറ്റ് MJ വർഗീസ് അറിയിത്ത സമയം. ഇടവകയിലെ ജേക്കബ് ജോൺസൺ, ദുഃഖത്തിലിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെ, കുടുംബാംഗങ്ങളെ, ഞാൻ മമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് മമ്മയെ നല്ലതായിട്ട് അറിയാം. നമ്മുടെ അന്ന് ഈ പഴയ സൺഡേ സ്കൂളിലായിരുന്ന അന്നത്തെ പ്രാർത്ഥനകളും ഞായറാഴ്ചയുള്ള ആരാധന മുടങ്ങാതെ എല്ലാ വിശുദ്ധ കുർബാനയിലും എല്ലാ പ്രാർത്ഥനയിലും സംബന്ധിക്കുകയും സംഘത്തിൻ്റെയൊക്കെ എല്ലാ പ്രാർത്ഥനകളിലും നന്നായിട്ട് പങ്കെടുക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തൊരു അമ്മമ്മയായിരുന്നു. നമ്മ കുറച്ച് 3-4 വർഷം കൊണ്ട് ഇവിടുന്ന് മകളുടെ വീട്ടിൽ പോയി അവിടെ മക്കളും മരുമക്കളും എല്ലാവരും ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം അമ്മാമ്മയ്ക്ക് കിട്ടി. ആ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നൊക്കെയും മക്കളുടെ ഇത്രയും ഉയർച്ചയെ കണ്ട് സന്തോഷിച്ച് അവരുടെ സംരക്ഷണത്തിൽ ജീവിക്കാൻ അമ്മയ്ക്ക് നല്ല ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ നോക്കാൻ ആളുകളില്ല, മക്കളില്ല. നമ്മൾ മാധ്യമത്തിൽ കണ്ടിയ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്ന മാതാവിനെയും പിതാവിനെയും നോക്കാൻ ആളുകളില്ലാതെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊക്കെയും നോക്കാൻ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. ഒരാൾ പറയും അമ്മയെ നോക്കാം, അല്ലെ അപ്പനെ നോക്കാൻ വയ്യ. ഇങ്ങനെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ നോക്കിയത് മക്കൾ, ആ മൂത്ത മകളും അവരുടെ ആ കുടുംബവും എല്ലാ മക്കളും നല്ലതുപോലെ നോക്കി എന്നുള്ളതാണ്. വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നുവോ അതുപോലെയാണ് ഈ അമ്മാമ്മയെ നോക്കുന്നത്. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇത്ര അവിടെ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വണ്ടി പിടിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയതാണ്. നമ്മളെ കണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആ നോക്കുന്ന ആ അവസ്ഥ അന്നേ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അത് ഇന്നത്തെ ഈ തലമുറയിൽ ഇത് മാത്രമാണ് ഇല്ലാത്തത്. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് ഈ മക്കളുടെ ഈ സംരക്ഷണം. അതായത് നമ്മൾ 72 വയസ്സ് വരെ പുരോഗതി ജീവിക്കാൻ ദൈവത്തിന് ആയുസ് കൊടുത്തു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. നമ്മൾ നല്ലതുപോലെ ദൈവത്തെ വിളിച്ച് ജീവിച്ച് അതുകൊണ്ട് മക്കളെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാവരും നന്മകളും സൗഭാഗ്യങ്ങളും ഒക്കെ കണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ നമുക്ക് അവസരം കൊടുത്തു. അതിനായി ദൈവത്തിനെ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ ചുമതലപ്പെട്ടവരോടുള്ള നന്ദിയാണ് ഈ മാതാവുമായി ആത്മീയവുമായി പരിചയപ്പെടുവാൻ ദൈവം സഹായിച്ചു. അതിന് മുഖാന്തരം അമ്മച്ചിയുടെ മകൻ ബിജു അതുപോലെ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അമ്മച്ചിയുടെ കേരളത്തിൽ പ്രാവശ്യം പോയി കാണുവാൻ ദൈവം സഹായിച്ചു. ആശുപത്രി സുഖമില്ലാതിരിക്കുന്നു, പോയി കാണുവാൻ ദൈവം സഹായിച്ചു. എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവം അമ്മച്ചിക്ക് ആ കുടുംബത്തിന് വിവിധ സഭാവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ദൈവദാസൻ എന്ന വിധത്തിൽ ചെന്നാൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ ഈ മരണം കൊണ്ട് അവസാനിച്ചിട്ടില്ല. ക്രിസ്തു വരും. ഭക്തിയോടെ തൻ്റെ മക്കളായി ജീവിക്കുന്നത് ചേർത്തുകൊള്ളാണ്. മരിച്ചുപോയ ദൈവഭക്തന്മാരെ പുനരുദ്ധാന ശരീരം പ്രാപിച്ചു വെച്ച് കർത്താവിലേക്ക് മേഘങ്ങളെടുക്കപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക ഭാഗങ്ങളിൽ പുനരുദ്ധാനവും കർത്താവിനോടുകൂടിയുള്ള വാസവും അതാണ് നമ്മുടെ പ്രത്യാശ. വായ്പാൻ സാധിച്ചിട്ടുണ്ട്. പറയുന്നു, എൻ്റെ തൊക്ക് അഹിച്ച ശേഷം ഞാൻ ദേഹസ്ഥിതനായി ദൈവത്തെ കാണും. പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും എല്ലാ ഭക്തന്മാരുടെയും പ്രത്യാശ കർത്താവിൻ്റെ നമ്മുടെ ദൈവവും നമ്മുടെ പ്രത്യാശയും കർത്താവ് വരുമ്പോൾ ഗംഭീരനാമത്തോടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. കർത്താവിനെ എതിരേൽപ്പാൻ മേഖലകളിലേക്കപ്പെടും. അതുകൊണ്ട് ശേഷം ദൈവമില്ലാത്ത ദൈവിക ചിന്തയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കുന്നില്ല. ഈ ചുവട്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർമ്മിക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കുമാറാണ്. മണ്ണുള്ളവരായ ഞങ്ങളെ പാവമരണത്തിൽ നിന്നും വീണ്ടെടുപ്പാൻ എപ്രകാരം വിളിച്ചാലും മഴയില്ലാത്തതുമായ മരണത്തിന്റെ ശക്തിയെ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാവമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ ഉടക്കത്താൽ പാതാളത്തിൽ സാക്ഷാത്കാരം തീർത്തു. നിന്റെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ എഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, രക്ഷിതരുടെ ലോകത്തിൽ നിന്നും മരണം മൂലം നീ വിളിച്ച അവരോട് തിരിക്കുന്ന ഈ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ ശുശ്രൂഷയുടെ സമയത്ത് നിന്റെ കാരണത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കൽക്കും ആന്തങ്ങളുടെ വാസ്തവവും സൗജന്യമാകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളുകയും ഭൂതത്തെ നീതിയോടെ ന്യായീകരിക്കുകയും ഓരോരുത്തരും അവനോട് യോഗ്യമായ പ്രകാരം വിലപ്പെടുകയും ചെയ്യുമ്പോൾ മക്കളായ ഞങ്ങളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും നിരന്തരം കരയറ്റുവാൻ യോഗ്യരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയിലെ അന്തർഭാഗങ്ങൾ കിടക്കുന്നവരെ ഉയർന്നേൽപ്പിക്കുന്നവരും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരങ്ങളെന്ന് കരയറ്റുന്നവരും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവരും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവരുമായ ദാസിയുടെ ശിവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളും സ്തുതി ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. ശവസംസ്കാരത്തിന്റെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷകരുടെ ഇടമേ കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാനത്തോടെ നിർത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസ്തവത്തിൽ നിന്റെ മാറ്റിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപൂർണ്ണമായ വെളിച്ചത്തിന്റെ കൂടാരങ്ങളിലും വേദനകളും ദുഃഖങ്ങളും തീർന്ന ശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും വസിക്കുകയും പുതിയ സ്തുതിയുടെയും
അവസരമുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞു പറയാതെയും മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നെ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ നീ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ നിങ്ങൾ സ്തുതിപാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരത്തിൽ പ്രവേശിക്കുകയും അവിടെയുള്ള പരിപൂർണമായ സ്വർഗീയമളവയ്ക്കുകയും അർഹതയുള്ളവരായിരിക്കുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുകയും ചെയ്യുമാറാകണമേ. വിശ്വസിച്ചിടുവേൻ പാപികളെ നിന്റെ വലത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. Che
ചാർച്ചക്കാരെയും നിന്റെ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കായി ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷത്തെ കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനമാകണമേ. ഒരു പാനീയമാകും. എന്നാൽ അത് യവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ പ്രവചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാരിൽ ശ്രമിക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും സ്തുതി ചെയ്യുന്നു. മരണമാതാം തുടങ്ങിയ എല്ലാ തലമുറകളിലും അതിന്റെ ഗതിയെ വിശാലമാക്കി അത് ഗോത്രങ്ങളെയും കുടുംബങ്ങളെയും നാശത്തിലേക്ക് കടത്തിവിടുന്നു. അതിന്റെ മുഖത്തിൽ നിന്നും വിട്ടുപോകുന്നവൻ ഒരുത്തനുമില്ല, അതിന്റെ അധികാരത്തിൽ നിന്നൊഴിഞ്ഞു പോകുന്നവനുമില്ല. എന്നാൽ അത് സർവസംഘങ്ങളെയും ഒരുപോലെ ബന്ധിച്ച് ശവക്കുഴിയിൽ അയക്കുന്നു. ദൈവമേ, ഞങ്ങളോട് ഉത്തരവള്ളി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് ഉത്തരവള്ളി ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ആദാമിന്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസ എത്ര കൈപ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങൾ അത് കുടിപ്പാൻ ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു.
എന്നാൽ ഭാഗ്യവനായ പൗലോസ് സ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. പൗലോസായ പൗലോസ് തെസ്സലോനിക്കയിലെ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും നാലിന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവവും യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവ് ജീവനോട് ശേഷിക്കുന്നതിനായിരുന്നു നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടിയില്ല എന്നുള്ളതും. ഇതിനാൽ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ വരുന്നു. മനുഷ്യൻ മരിച്ചവർ മുമ്പ് കേൾക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നമ്മുടെ കർത്താവോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ എവങ്കേലിയോൻ ദൈവത്തിന്റെ ഞങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന ഒന്നായ സ്നേഹിതയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ഇപ്രകാരം ഉപദേശിച്ചു. സ്വർഗ്ഗരാജ്യങ്ങളുടെ ദീപേഷ്ടികളെ എടുത്ത് മണവാളിനെതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപേഷ്ടികൾ എടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദൈവവിഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ചുറങ്ങിപ്പോയി. പാതിരാത്രി ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദൈവവിഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോടിതാ നിങ്ങളുടെ ദൈവവിഷ്ടികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്നാൽ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും തങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കമാ മറ്റു കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാടും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെ വേർപാടിലൂടെ ഇവനും ആത്മാക്കളുടെ സമ്മേളനത്തിന്റെ ദൈവവും ഇവന്റെ മരണത്തിന്റെ മേൽ അധികാരമുള്ളതുമായ മനുഷ്യാന്തരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ രചിതവനായ മനുഷ്യരാതനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ മനുഷ്യരാതനായ
നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാം തിരുനാമത്തിൽ നിന്നെ ഏൽപ്പിനായി പുറത്തുപോകാനും നിന്റെ സകല വിശുദ്ധരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർന്നേൽപ്പിന്റെ പ്രകാശമുള്ള കരുതുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. ഇനി മൃതശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നു. അതിന് മുമ്പായി ആർക്കെങ്കിലും അവസാനമായി കാണുവാനായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ സമയം ഉപയോഗിക്കാം. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും.